ഏട്ടാ എഴുന്നേക്ക്. ഇതാ ചായ കുടിക്ക്. ഏട്ടാ നിങ്ങള് കുളിച്ചിട്ട് ഫ്രഷ് അപ്പ് ആയിട്ട് വന്നേക്ക്. ഞാൻ അപ്പോഴേക്കും ഏട്ടന് കഴിക്കാൻ ടിഫിൻ റെഡിയാക്കി വെക്കാം. ഹായ്. ഹായ് ഏട്ടാ. ഹായ്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഓ അങ്ങനെയാണോ? ശരി ഞാൻ പോവാ. സൂക്ഷിച്ചു പോണേ. നിന്റെ ഭർത്താവിന് എന്ത് പറ്റി? അങ്ങനെ എപ്പ നോക്കിയാൽ അങ്ങനെയാ. നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അകത്തേക്ക് വാ. ഇരിക്കടാ. നിനക്ക് സുഖമല്ലേ സരിതേ? ആ എനിക്ക് സുഖം തന്നെ. നിനക്ക് സുഖമല്ലേ? എനിക്കും കുഴപ്പമൊന്നുമില്ലടി. ഇപ്പോഴാ ഒരു നല്ലൊരു കമ്പനി എനിക്ക് ജോലി കിട്ടിയത്. എന്നെ കല്യാണം ഫിക്സ് ആയി സരിതേ. അടുത്ത മാസം കല്യാണം. സത്യമായിട്ടും? അതെ. കൺഗ്രാറ്റ്സ്. താങ്ക്സ് സരിതേ. ഇവിടെ തൊട്ടടുത്ത് എന്റെ ബന്ധുക്കാർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോ നിന്നെയും കണ്ടിട്ട് ക്ഷണിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാണ് സരിതേ. ശരി ശരി, നീ ഇരിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ ചായയും കാപ്പി എന്തെങ്കിലും എടുക്കാം. ഏയ് വേണ്ട വേണ്ട, എനിക്ക് സമയമില്ല സരിതേ. ഇനിയും ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എടാ കുറച്ചേരം ഇരിക്ക്. കൊറേ കാലത്തിന് ശേഷമല്ലേ നീ ഇങ്ങോട്ട് വരുന്നേ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ എടുത്തോണ്ട് വരാം. ശരി. ഇതാ താങ്ക് യു. എടുത്തോ. ബിസ്ക്കറ്റ് എടുക്ക്. നീയും കഴിക്കടി. നോക്കി. അടുത്ത മാസം 7-ാം തീയതിയാണ് കല്യാണം സരിതേ. നീ നിന്റെ ഹസ്ബൻഡും ഉറപ്പായിട്ടും വരണം. അതെയോ? ശരി ശരി, ഉറപ്പായും ഞങ്ങള് രണ്ടുപേരും വരും. പിന്നെ നിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? വിശേഷമൊന്നുമില്ലടാ. എന്താ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം ആയില്ലേ? ഇനിയും വിശേഷമൊന്നും ആയില്ലേ നിനക്ക്? എന്താ നിന്റെ പ്ലാന്? ഞാൻ എന്താന്നാടാ പറയണ്ടേ? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഞങ്ങളൊരു ഭാര്യയും ഭർത്താവിനെയും പോലെയല്ല ജീവിച്ചത്. അങ്ങേര് കാരണം എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. അയ്യോ, എന്താ നീ പറയുന്നേ? ഇതിലെ സത്യമാണോ? അപ്പോ ഇയാളോട് നിനക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നേ? ഞാൻ എന്താടാ പറയണ്ടേ? ഞാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാ പോലും എന്നിൽ നിന്നും അകന്നകന്ന് തന്നെയാ പോകുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. ഇതുപോലത്തെ കാര്യങ്ങളില് അദ്ദേഹത്തിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയാണോ? അങ്ങനെയുള്ള ഒരു ജീവിതം ശരിക്കും നരകം തന്നെയാ. അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെ ആളെ കല്യാണം കഴിച്ചുവിടും നിനക്ക്? അതൊക്കെ അത്ര ഈസി അല്ലല്ലോ. ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. ഒരു നേരം ഭക്ഷണത്തിന് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങേര് എന്റെ കയ്യിൽ നിന്ന് 10 പൈസ സ്ത്രീധനം വാങ്ങിക്കാണ്ടാണ് കല്യാണം കഴിച്ചത്. നല്ലൊരു മനുഷ്യരാണ്. പക്ഷെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാ പോലും വരുന്നില്ലെന്നേ. എനിക്ക് ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. അതൊക്കെ വിട്. ഇങ്ങനെ പോയ നിന്റെ ജീവിതം എന്തായി തീരും? നീ ഒരു നല്ല സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയിട്ട് നിന്റെ ഹസ്ബൻഡ് ഒന്ന് കാണിക്കുന്നത് നല്ലത്. കൂട്ടിക്കൊണ്ടു പോണം. ശരി,
എനിക്ക് ഇനിയും കുറെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ക്ഷണക്കത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഉം, ഞാനൊന്ന് ഇറങ്ങട്ടെ സരിതേ. ശരി. ഉം. ഉം, നല്ല കോസ്റ്റ്ലി ഇൻവിറ്റേഷൻ ആണെന്ന് തോന്നുന്നു. ഉം. എന്റെ കല്യാണത്തിന് രണ്ടുപേരും ഉറപ്പായിട്ടും വരണം. ഓ, ഉറപ്പായി ഞങ്ങൾ രണ്ടുപേരും വരും. ഞാനില്ലാണ്ട് കല്യാണം കഴിക്കൂ നീ. ശരി സരിതേ, ബൈ. ഓക്കെ, ബൈഡാ.